കുട്ടനാടൻ പുഞ്ചയിലെ തെയ്തു കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുഴലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തക തെയ്തു. വീണ്ടും ഒരു വള്ളംകളി കാലഘട്ടം വളരെ ആവേശപൂർവ്വം കേരളത്തിൽ അലയടിച്ചു വരികയാണ്. വള്ളംകളി എന്ന് പറയുന്ന ഈ കലാകായിക വിനോദം, അതിനെ ഏറ്റവും ഇണങ്ങിയ സ്ഥലമായി കരുതപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാട്ടിലാണ് വള്ളംകളി ആദ്യമായി ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും പഴക്കമുള്ള വള്ളംകളി എന്നറിയപ്പെടുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. ആ മൂലം വള്ളംകളിയോടുകൂടിയാണ് ജലോത്സവ സീസൺ തന്നെ ആരംഭിക്കുന്നത്. മിഥുന മാസത്തിലെ മൂലം നാളിലാണ് മൂലം വള്ളംകളി നടക്കുന്നത്. വളരെ വലിയൊരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്, വളരെ പ്രസിദ്ധമാണ് ആ ഐതിഹ്യം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഐതിഹ്യമുള്ളത്. കുറിച്ചിയിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്ന ആ വരവ്, അത് ചമ്പക്കുളത്ത് മാപ്ലാശ്ശേരി തറവാട്ടിൽ ഇറക്കി വയ്ക്കുകയും അവിടെ നിന്ന് ജലഘോഷയാത്രയായി അമ്പലപ്പുഴയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വള്ളംകളിയാണ്. അതിനുശേഷം നിരവധിയായ ജലമേളകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവമാണ്. ഈ വർഷം ആഗസ്റ്റ് 22-ാം തീയതിയാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. വളരെ ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കലാകായിക വിനോദമാണ് വള്ളംകളി എന്നത്. വള്ളംകളി എൻ്റെ ബാല്യകാല അനുഭവത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഇതിൻ്റെ ഭാഗമാകാൻ ഇടവന്നിട്ടുള്ള ആളാണ്. കാരണം ആറ്റുതീരത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിലുള്ള ആറ്റിൽ ചുണ്ടൻ വള്ളങ്ങളും വെപ്പ് വള്ളങ്ങളും ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ ആ മത്സര കാലഘട്ടം വരുമ്പോൾ, മൂലം വള്ളംകളിയുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാലഘട്ടം വരുമ്പോൾ പരിശീലന തുഴച്ചിൽ നടത്തുമായിരുന്നു. അതുപോലെ വള്ളം കയറ്റി വെച്ച് അതിൻ്റെ പരിപാലനം നടത്തുകയും അത് അവർക്ക് വള്ളസദ്യ എന്ന് പറയുന്ന കാര്യം കൊടുക്കുകയൊക്കെ ചെയ്ത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അതൊക്കെ ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ വള്ളംകളി എന്ന് പറയുന്ന ഓരോ വള്ളങ്ങളുടെയും പേര് പറഞ്ഞ് അതിൻ്റെ പേരിൽ വാതുവെച്ച് കൂട്ടുകാരുമായിട്ടൊക്കെ വാതുവെച്ച് ഒക്കെ നടന്ന ഒരു ബാല്യകാലം ഈ സ്വാഭാവികമായിട്ടും ഓർത്തു പോകുന്നു എന്നുള്ളതാണ്. വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ സാഹിത്യ രൂപം എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ ആണ് വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. വഞ്ചിപ്പാട്ടിന്റെ താളം വള്ളംകളിയുടെ താളമാണ്. പക്ഷേ മത്സരങ്ങളിൽ വരുമ്പോഴേക്കും ഈ വഞ്ചിപ്പാട്ടിന്റെ നദോന്നത വൃത്തത്തിലുള്ള ഈരടികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആലാപനങ്ങളോ ഒന്നും ഉണ്ടാകുമെന്ന് വരില്ല. അത് ഒരു വിസിലടിയുടെ താളത്തിലാണ് വള്ളം മത്സര വേദികളിൽ തുഴയുന്നത്. അതല്ലാതെ ഇപ്പൊ ആറന്മുളയിൽ അത് പാട്ട് ഇല്ലാതെ വള്ളംകളി ഇല്ല. അവിടെ അത് വളരെ പ്രധാനമാണ്. വഞ്ചിപ്പാട്ടില്ലാതെ വള്ളംകളി ആറന്മുളയിൽ നടക്കാറില്ല. നമ്മുടെ കുട്ടനാട്ടിലും പാട്ടിന് വളരെയേറെ ശക്തിയുണ്ട്. വളരെയേറെ നല്ല രീതിയിൽ അത് ചൊല്ലപ്പെടുന്നു ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും വഞ്ചിപ്പാട്ടിന്റെ ഈണമാണ്, അതിന്റെ താളമാണ് ഏറ്റവും പ്രധാനം. തകതൈ തകതൈ തക തകതോ തകധി തക്കട താരക പൊടി പൊടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വള്ളത്തിൽ ഇടിച്ചു പാടിക്കൊണ്ട് ഒരു വായ്ത്താരി എന്നാണ് അതിന് പറയുന്നത്. ആ വായ്ത്താരി ചൊല്ലി പലതരത്തിലുണ്ട്. ഇപ്പോൾ തകതൈ തകതൈ ഒരു വഴി, മറ്റൊരു വഴി എന്ന് പറയുന്നത് തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തകതൈതോ, ഇങ്ങനെ ഉള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വായ്ത്താരിയുണ്ട്. ഇനി താത്താം താത്തയ്യം തിത്തയ്യം തെയ്യോം താത്താം താത്തയ്യം തിത്തയ്യം തെയ്യോം എന്ന് പറഞ്ഞ് പാടിത്തൊഴിയുന്ന രീതിയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വായ്ത്താരികളുടെ അകമ്പടിയോടുകൂടിയാണ് വള്ളം തുഴഞ്ഞ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ വള്ളം തുഴച്ചിലിനെ ഉപയോഗിക്കുന്നത്.
രാമപുരത്തുവാരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് ഏറ്റവും പ്രഖ്യാതമായിട്ടുള്ള ഒരു സാഹിത്യകൃതി. വഞ്ചിപ്പാട്ട് വൃത്തം എന്ന നദോന്നത വൃത്തത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യകൃതി എന്ന് പറയുന്നത് രാമപുരത്തുവാരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളം പാട്ടുകൾ വള്ളപ്പാട്ടിന്റെ രീതിയിലും നദോന്നത വൃത്തത്തിലുമൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന കാവ്യം നദോന്നത വൃത്തത്തിൽ രചിക്കപ്പെട്ടതാണ്. വള്ളപ്പാട്ടുകാർ അതിലെ വള്ളംകളിക്കാര് കരുണയിലെ ഭാഗം ചൊല്ലി പാടി തുഴയാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള പ്രാധാന്യങ്ങൾ കൂടി വള്ളംകളി എന്ന് പറയുമ്പോൾ വെറും ഒരു മത്സര കാഴ്ച മാത്രമല്ല, അതിന് ചരിത്രപരമായും സാഹിത്യപരമായും ഒക്കെ വലിയ പ്രാധാന്യം കൂടി ഉണ്ട് എന്നുള്ള സത്യം കൂടെ മലയാളികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വളരെ പ്രസിദ്ധമാണ് ഈ ഒരു പാട്ട്. ഇത് ആരെഴുതിയെന്ന് എങ്ങനെ വന്നു എന്നോ ഒന്നും അറിയില്ല, എങ്കിലും എല്ലാവരുടെയും ചുണ്ടിലും മനസ്സിലുമുണ്ട്. വള്ളംകളിയുടെ ആരവ് ഉയരുമ്പോൾ ഓണക്കാലത്തും ഒക്കെ ഈ പാട്ട് ധാരാളമായി എല്ലാവരും സമൂഹമായി പാടുന്നതാണ്. കുട്ടനാടൻ പുഞ്ചയിലെ തെയ്തും കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുഴലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതകതെയ്തും. ഇനി അതിൻ്റെ അടുത്ത് വരവേൽക്കാൻ ആളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതകതെയ്തും. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാളെ അമ്പലപ്പുഴയ്ക്കുന്നൊരു കുത്തുവിളക്കേ ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതകതെയ്തും. നമ്മൾ അറിയാതെ തുഴഞ്ഞു പോകുന്ന രീതിയിലേക്ക്, കാരണം നമ്മൾ വള്ളത്തിൽ അല്ലെങ്കിൽ പോലും അറിയാതെ കൈയെടുത്ത് തുഴഞ്ഞ് പോകുന്ന തരത്തിലാണ് അതിൻ്റെ താളം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദിവസങ്ങൾ അടുത്തടുത്ത് വരികയാണ്. ആ വള്ളംകളി ആലപ്പുഴയിൽ മൊത്തത്തിൽ തന്നെ വലിയൊരു ആവേശം ഉണ്ടാക്കുന്നതാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വള്ളംകളിയാണ്. മത്സരം, അതിൻ്റെ വള്ളങ്ങളുടെ പേരുകൾ, അത് ആ ജവഹൃത്തായങ്കരി, കാരിച്ചാൽ, അതുപോലെ ചമ്പക്കുളം, നടുഭാഗം, ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ പേരുകളിലാണല്ലോ. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് വള്ളങ്ങൾ പലതും പൊളിച്ച് പുതിയ വള്ളങ്ങളാക്കി മാറ്റുകയും അതിൻ്റെ പേരുകളൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് കുട്ടനാട്ടുകാർ മാത്രമായിരുന്നു വള്ളം തുഴഞ്ഞുകൊണ്ടിരുന്നത്. വള്ളം തുഴച്ചിൽ എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരുടെ കുത്തകയായിരുന്നു. കർഷക തൊഴിലാളികൾ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ ആയിരുന്നു വള്ളം തുഴഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ ബംഗാളികളും ആസാംകാരും ഒക്കെ വള്ളം തുഴയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വള്ളംകളി മാറി എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ്. എല്ലാ രംഗത്തും ഉണ്ടല്ലോ, നാട്ടുകാർക്ക് പങ്കാളിത്തമില്ലാതെ മറുനാട്ടുകാർ ഇവിടെ വന്ന് തൊഴിലിന് വേണ്ടി വന്നിരിക്കുന്ന മറുനാട്ടുകാരാണ് എല്ലാ മേഖലയിലും ഇപ്പോൾ ആധിപത്യം ചെലുത്തിയിരിക്കുന്നത്. അത് വള്ളംകളിയിലേക്കും വന്നിരിക്കുന്നു എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രോഫി അടുത്ത് വരുമ്പോഴേക്കും വിവിധ പ്രദേശങ്ങളിൽ, കുട്ടനാട്ടിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ തന്നെയും വലിയ ആവേശമാണ് ആളുകളുടെ ഇടയിൽ കാണാൻ പറ്റുന്നത്. പരിശീലന തൊഴുത്തിൽ ട്രയൽ കാണാൻ പോകുന്ന ആളുകളുടെ തന്നെ സംഖ്യ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വള്ളംകളിയെ കുറിച്ച് ഏതായാലും ശരി തന്നെ ഈ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഒരു ആവേശത്തിന്റെ തിരയിളക്കം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മേള എന്ന് പറയുന്നത് ജലോത്സവങ്ങൾ പോലെ, വള്ളംകളികൾ പോലെ മറ്റൊന്നില്ല എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും.